ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യലാണ് ഇത്. ഞണ്ടും ചെമ്മിനും കൂടി കൂട്ടി ഒരുമിച്ച് വെച്ചിട്ടുള്ള റോസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയാണ് ഇന്ന് ഈ നാടൻ രീതിയിലുള്ളതാണ്. അതായത് ഞണ്ടും ചെമ്മീനും കൂടി ഒരുമിച്ച് ഫ്രൈ അല്ലല്ലേ റോസ്റ്റ് ചെയ്യുന്ന ഒരു നാടൻ വിഭവം, പഴയ പണ്ടത്തെ ആൾക്കാർ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം. ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ഇത് കണ്ട ഒരു 10-20 ചെറുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി നമ്മൾ തോലൊന്നും കളഞ്ഞിട്ടില്ല, അതേപടി ചതച്ചിട്ടുണ്ട്. പിന്നെ ഒരു 14 ഈ പച്ചമുളകും നമ്മൾ കീറിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഉള്ളിയായിട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും വെട്ടി കൊടുത്ത് ചെറിയ ഉള്ളി എടുക്കണേ, സവാള എടുക്കരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളി തന്നെ എടുക്കണം. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് അത് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം മാറണം. പിന്നെ നല്ലോണം വഴറ്റിയെടുക്കണം. അതിനുശേഷം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളകും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മളിവിടെ ഞണ്ട് നേരത്തെ തന്നെ ഇതിങ്ങനെ ഉപ്പിലിട്ട് പുഴുങ്ങിയെടുത്തതാണ്. പിന്നെ ഇത് പുഴുങ്ങിയിട്ടില്ല, ചെമ്മീനാണ്. നമുക്ക് പച്ച കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പഴയ ആളുകൾ, എൻ്റെ അമ്മൂമ്മയ്ക്ക് ഇത് ഉണ്ടാക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം ചെമ്മീൻ ടേസ്റ്റാണ്, ഞണ്ടും ടേസ്റ്റാണ്. അപ്പോൾ രണ്ടും കൂടി വരുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണേ. കാണാൻ നല്ല കളറും ഉണ്ട്, എന്നാൽ എരിവും ഉണ്ട് കേട്ടോ. ഇത് കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ഒരു കളറും ഉണ്ട്. പിന്നെ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴന്ന് ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വന്ന അതുവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മുരിഞ്ഞ് ആ പച്ചമണമൊക്കെ മാറി, ആ കുത്തലൊക്കെ മാറി ഒന്ന് മുരിഞ്ഞ് വരണം. അതിപ്പോൾ നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല കളർ കൂടിയും വരുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ നല്ലത്, കാരണം അത് നല്ല കളറുണ്ടാവും. നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചെമ്മീൻ വെന്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ഈ നേരം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചെമ്മീൻ നമുക്കിനി വേഗം ഒരു സമയം കൊടുക്കണം. അതിനെ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞണ്ടിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ, ഞണ്ട് ഉപ്പിൽ വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർക്കണതാണ് നല്ലത്. അപ്പോൾ ഇത് ഒരു പകുതി വേവെത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ആ ഒരു നല്ലൊരു സ്മെല്ല്, ചെമ്മീൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് കറിവേപ്പില ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ ചെമ്മീൻ ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞണ്ടും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ആ ഞണ്ടിലെ എരിവെല്ലാം ആ മസാല എല്ലാം പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം.
അതിന് മുമ്പ് കുറച്ച് പച്ച വേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ചെമ്മീനും ഞണ്ടും ഒരുമിച്ചുള്ള നമ്മുടെ റോസ്റ്റ് ഇതാ റെഡിയായി കഴിഞ്ഞു. ഇതാണ് ഞണ്ട്, ചെമ്മീൻ. ഇതാണ് നമ്മുടെ ചെമ്മീൻ. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അപാരമാണ് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ അറിയാം. അമ്മയും എൻ്റെ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെച്ചാൽ കറിയാണിത്. ഇപ്പം അമ്മ തന്നെ ഉണ്ടാക്കിയത് ഉണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കണം. ഇന്നത്തെ ഞണ്ടും ചെമ്മീനും രണ്ടും കൂടി വളരെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. വായിൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നു.